തേന്മാവിൻ കൊമ്പത്ത് എല്ലാ ദിവസവും രാത്രി 9 മണിക്ക് നമ്മുടെ സ്വന്തം സൺ സൂര്യയിൽ. ഞാൻ കാത്തിരിക്കായിരുന്നു. ഈ ഡ്രസ് അതെ, നിരഞ്ജൻ വാങ്ങിത്തന്ന തന്നെയാ. കോളേജിൽ വെച്ച് എന്റെ തന്നെ ബർത്ത്ഡേക്ക്. അലമാര തുറന്നപ്പോ ഇത് തന്നെ എന്റെ കണ്ണിപ്പെട്ടു. മെനി മെനി ഹാപ്പി റിട്ടേൺസ് ഓഫ് ദി ഡേ. താങ്ക്സ്. ഇനിയും ഒരുപാട് വർഷം ഇതുപോലെ ജന്മദിനങ്ങൾ ആഘോഷിക്കാൻ പറ്റട്ടെ. നിരഞ്ജൻ കൂടി വേണം ഒപ്പം. എങ്കിലേ ആഘോഷിക്കാൻ ഒരു രസം ഉണ്ടാവും. സത്യത്തില് ഇതുവരെ ഞാൻ ബർത്ത്ഡേ ഒന്നും ആഘോഷിക്കില്ലായിരുന്നു. ഇതിപ്പോ നിരഞ്ജൻ കൂടി ഉള്ളതുകൊണ്ടാ. ഒരു തരം രണ്ടാം ജന്മം. ജോലിക്കാരി ഒന്ന് വിളിക്കാവോ? അതെന്തിനാ? നമ്മുടെ കുറച്ച് ഫോട്ടോസ് എടുക്കണം. നിരഞ്ജന് സെൽഫി എടുക്കാൻ അറിയില്ലേ? അറിയാം. എന്നാ എടുത്തൂടെ? ഇതിനൊക്കെ എന്തിനാ വേറൊരാളുടെ സഹായം? ഈ ഫോട്ടോസ് ഇത് അക്ഷര കണ്ടാ പ്രശ്നമാവില്ലേ? അതോ എന്നെക്കുറിച്ചെല്ലാം അക്ഷരോട് പറഞ്ഞിട്ടുണ്ടോ? ഇല്ല. മാലുവിനെ കുറിച്ച് ഒന്നും ഞാൻ പറഞ്ഞിട്ടില്ല. ചോദിക്കുന്നോണ്ട് വിരോധമൊന്നും തോന്നരുത്. തക്കതായ കാരണമൊന്നുമില്ലാതെ നിരഞ്ജൻ എന്നെ വേണ്ടാന്ന് വെക്കില്ലെന്നറിയാം. എന്തായിരുന്നു ആ കാരണം? കമ്മിറ്റ്മെന്റ്, ഗുരുഭക്തി. ഡോക്ടർ ജയശങ്കർ ഗുരുദക്ഷിണയായിട്ട് ചോദിച്ചത് എന്റെ ജീവിതമായിരുന്നു. ഒരുപാട് കടപ്പാടുണ്ട് എനിക്ക് ആ മനുഷ്യനോട്. ഒഴിയാൻ പറ്റിയില്ല. എന്നെ ഓർത്തില്ലേ? അപ്പോ എന്റെ ഭാവി? വിഷമമുണ്ടായിരുന്നു. മാലുവിന് എന്നെ മനസ്സിലാവുന്ന വിശ്വാസം ഉണ്ടായിരുന്നു. പക്ഷേ മറ്റാരെയും വിവാഹം കഴിക്കാതെ മാലു എന്നെ തോൽപ്പിച്ച് കളയുമെന്ന് ഒരിക്കലും ഞാൻ വിചാരിച്ചില്ല. മനഃപൂർവ്വം ചെയ്തതല്ല. നിരഞ്ജന്റെ സ്ഥാനത്ത് വേറൊരാളെ സങ്കല്പിക്കാൻ എന്തുകൊണ്ടോ എനിക്ക് കഴിഞ്ഞില്ല. ഈ ജന്മം ഇങ്ങനെ അങ്ങ് തീരട്ടെ എന്ന് വിചാരിച്ചു. ഒറ്റയ്ക്ക്. ശരിക്കും പറഞ്ഞാ ഞാൻ ഒറ്റയ്ക്കല്ല കേട്ടോ, കൂട്ടുണ്ട്. നിരഞ്ജന്റെ തന്നെ ഓർമ്മകള്. പഴയ നമ്മുടെ കാലം. അത് മതി. അത് മാത്രം മതി എനിക്ക്. ആ അമ്പലത്തിലൊന്ന് പോണോന്നുണ്ട്. നിരഞ്ജൻ കൂടെ വരാവോ? നമുക്കൊന്ന് പോവാം, പ്രാർത്ഥിക്കാം. ഞാൻ വരാം. ആരെങ്കിലും കാണുമെന്നുള്ള പേടിയുണ്ടെങ്കിൽ വേണ്ട. എനിക്കാ പേടിയില്ല. അല്ലെങ്കിലും മരിക്കാൻ പോകുന്ന ആള് പേടിക്കാൻ പാടുണ്ടോ? അങ്ങനെയൊന്നും പറയരുത്. നിരഞ്ജൻ ഓക്കെ ആവുന്ന എന്റെ മനസ്സ് പറയുന്ന. നമുക്ക് പോവാം. ഞാനിപ്പോ വരാം. മോളെ എടുക്കുന്നില്ലേ? ഇല്ല. ക്ലിനിക്കിലെ തിരക്കിലായിരിക്കും. ക്ലിനിക്കിലൊന്നും ഇല്ല.
ഞാൻ അമ്മയെ വിട്ട് അന്വേഷിപ്പിച്ചു. പിന്നെ എവിടെ പോയി? ആർക്കറിയാം? ഏയ് വരുമായിരിക്കും മോളെ, വരാതെ എവിടെ പോവാനാ? വാങ്ങിയത് ഗിഫ്റ്റ് തന്നെയാണെന്ന് ഉറപ്പല്ലേ അപ്പച്ചി? ഉറപ്പാ, ഞാൻ എന്റെ കണ്ണുകൊണ്ട് കണ്ടതല്ലേ. ഇനി രാത്രി കൊണ്ടുവരാനായിരിക്കോ പ്ലാൻ? എപ്പോഴെങ്കിലും വരട്ടെ. ആ, അത് തന്നെയാ എനിക്ക് മോളോടും പറയാനുള്ളത്. വാങ്ങിയത് നിനക്കാണെങ്കിൽ അത് ഇവിടെ തന്നെ കൊണ്ടുവരുമല്ലോ, പിന്നെന്താ? വേറൊന്നും അല്ല അപ്പച്ചി, രാവിലെ ഞാൻ അദ്ദേഹത്തിന്റെ മനസ്സ് വിഷമിപ്പിച്ചോന്നൊരു സംശയം. പിന്നെ ആലോചിച്ചപ്പോ വേണ്ടായിരുന്നോന്ന് തോന്നി. അപ്പം മുതലൊരു അസ്വസ്ഥതയാ ഉള്ളില്. അത് മാറിയത് അദ്ദേഹം ഗിഫ്റ്റ് വാങ്ങിയെന്നറിഞ്ഞപ്പോഴാ. അദ്ദേഹത്തിനും ഉള്ളിലെ കുറ്റബോധം തോന്നിയിട്ടുണ്ടാവും, അതാവും ഗിഫ്റ്റ് വാങ്ങാൻ കാരണം. കുടുംബജീവിതത്തില് ചെറിയ ചെറിയ പിണക്കങ്ങൾ നല്ലതല്ലേ അപ്പച്ചി? അത് കഴിഞ്ഞ് കൂടുമ്പോ ഇരട്ടി മധുരായിരിക്കും അല്ലേ? പിന്നല്ലാതെ. ചട്ടിയും കലമൊക്കെ ആവുമ്പോ തട്ടിമുട്ടിയിരിക്കും. അതുപോലെയാ ഈ കുടുംബം എന്ന് പറയുന്നത്. ഒരു കയറ്റം ഒരിറക്കം, ഒരു രാത്രി ഒരു പകൽ. എത്ര വിളിച്ചിട്ടും ഫോൺ എടുക്കുന്നില്ല, അതാ എനിക്ക് ദേഷ്യം വരുന്നത്. എവിടെയാണെങ്കിലും ഫോൺ എടുത്താൽ എന്താ, എന്നിട്ട് കാര്യം പറഞ്ഞാ എന്താ എനിക്ക് മനസ്സിലാവില്ലേ? ഒരു ചീത്ത സ്വഭാവം അത്. ഇനി എന്തിനാ ഈ മൊബൈൽ ഫോൺ എന്ന് പറയുന്ന സാധനം കൊണ്ടു നടക്കുന്നത്? അദ്ദേഹം എത്രയും വേഗം ഒന്ന് വന്നാ മതിയായിരുന്നു. കാത്തിരുന്ന് മടുത്തു. എവിടെ പോയിട്ട് വരുന്ന വഴിയാടി? എന്താടി ചോദിച്ചതിന് ഉത്തരവില്ലേ? ഉത്തരവില്ലഞ്ഞിട്ടല്ല മുത്തശ്ശി, പറയാൻ എനിക്ക് സൗകര്യമില്ല. ചോദ്യത്തിൽ ഒളിപ്പിച്ചു വച്ചിരിക്കുന്ന പുച്ഛമൊക്കെ എനിക്ക് മനസ്സിലായി. അങ്ങനെയുള്ളവരോട് മറുപടി പറയേണ്ട ആവശ്യം എനിക്കില്ല. അഴിഞ്ഞാടാൻ പോയതാണെന്നേ മുഖം കണ്ടാലേ അറിയാം. മുത്തശ്ശി ഇതേ ചുമ്മാ അനാവശ്യം പറഞ്ഞാലുണ്ടല്ലോ. നീ എന്ത് ചെയ്യും? എന്നെ തല്ലുവോ? എങ്കിൽ തല്ലടി. നിങ്ങളുടെ പ്രായത്തെ ഞാൻ ബഹുമാനിക്കുന്നുണ്ട്. സുധിയേട്ടന്റെ മുത്തശ്ശിയാണെന്ന സ്ഥാനത്തെയും ഞാൻ ആദരിക്കുന്നുണ്ട്. അതൊക്കെ എന്തും വിളിച്ചു പറയാനുള്ള ലൈസൻസ് ആണെന്ന് കരുതരുത്. അങ്ങനെ കരുതിയാ എന്റെ വിധവും മാറും, പ്രതികരണവും മോശം. ഓ, അപ്പൊ നീ എന്നെ തല്ലുവെന്നാണോ? എന്നെ പോലുള്ള ഒരു സ്ത്രീയോട് അങ്ങനെ പെരുമാറിയാ നിനക്കുള്ള ശിക്ഷ ദൈവം തരും. അതെ, ദൈവം കാണുന്നുണ്ട് മുത്തശ്ശി എന്റെ കഷ്ടപ്പാട് മുഴുവൻ. ഒരു നിമിഷം പോലും വിശ്രമിക്കാൻ പറ്റാതെ ഓടിക്കൊണ്ടിരിക്കുക ഞാൻ. എന്തിനെന്നറിയോ? മുത്തശ്ശി അടക്കമുള്ളവരെ പോറ്റാൻ. ആ നന്ദി കാണിക്കണമെന്നൊന്നും ഞാൻ പറയില്ല.